ഹാപ്പി ന്യൂ ഇയർ ടു യു ഓൾ. ഞാൻ സിമിയാജു. വാർഷിക കലണ്ടർ ചതുരത്തിലെ 5,25,600 മിനിറ്റുകൾ കഴിഞ്ഞു. നന്മയുടെ നറുമലരുകൾ പൂത്തലയുന്നതാകട്ടെ ഈ പുതുവത്സരം. ഖത്തറിന്റെ ഓരോ ചലനങ്ങളും ലോകത്തിന്റെ തരംഗമായി മാറിയ ദിനങ്ങൾക്കൊപ്പമാണ് അതിർവരമ്പുകളില്ലാത്ത ഈ പുതുവത്സരാഘോഷം. ഖത്തറിന്റെ പ്രവാസ ഭൂമിയിൽ നിശ്ചിതദാർഢ്യം കൊണ്ട് മികച്ച സംരംഭകയായി മാറിയ ഡോക്ടർ ഷീല ഫിലിപ്പോസ് നമ്മളുമായി വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ ഈ പുതുവത്സരത്തിൽ നമ്മോടൊപ്പം എത്തുന്നു. ഖത്തറിലെ ലുലു മാളുകളിലും മറ്റ് പ്രധാന കേന്ദ്രങ്ങളിലും പ്രവർത്തിച്ചു വരുന്ന സൗന്ദര്യ സംരക്ഷണത്തിന്റെ ജനകീയ ബ്രാൻഡായ ദോഹ ബ്യൂട്ടി സെന്റർ MD ഡോക്ടർ ഷീല ഫിലിപ്പോസ് പെൺപ്രവാസത്തിന്റെ റോൾ മോഡൽ കൂടിയാണ്. എല്ലാവർക്കും ക്രിസ്മസ് പുതുവത്സരാശംസകൾ നേരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്ന് 2023 നമ്മൾ വരവേൽക്കുമ്പോൾ ഇരട്ടി മധുരമാണ് തോന്നുന്നത്. കാരണം ഖത്തറിനെ സംബന്ധിച്ച് അഭിമാനിക്കാവുന്ന ഒരു വർഷമാണ് ഈ പോയത്. ഇനിയും വരുന്നത് അതിലും അപ്പുറമാട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് നമുക്ക് ഏവർക്കും ഉള്ളത്. ഈ ഫുട്ബോൾ കാരണം നമ്മുടെ ഖത്തർ ലോകത്തിന്റെ ഏറ്റവും നെറുകയിൽ എത്തിയിരിക്കുകയാണ്. അതൊരു ഏറ്റവും വലിയ സന്തോഷമാണ്. ഇത്രമാത്രം എല്ലാ മനുഷ്യരും ആപാലവൃദ്ധം ജനങ്ങൾ എൻജോയ് ചെയ്തൊരു വർഷമാണ് 2022. ഖത്തറിനെ സംബന്ധിച്ച് നമ്മളൊക്കെ അതിൽ ഭാഗവാക്കായതിൽ വളരെയധികം സന്തോഷമുണ്ട്, അഭിമാനമുണ്ട്. അപ്പം അങ്ങനെ ഈ 2022 പോയി ഇനിയിപ്പോൾ 2023 നമ്മൾ പ്രവേശിക്കുകയാണ്. എല്ലാവർക്കും സന്തോഷം ഇരട്ടി മധുരത്തോടുകൂടി ഇതിനേക്കാളൊക്കെ ഉപരിയായിട്ട് നമ്മുടെ ഈ കർമ്മഭൂമിക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരും സന്തോഷത്തിൻ്റെ ഒരു പുതുവർഷം ആയി എല്ലാവരും വരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അതുപോലെ തന്നെ കൊറോണ എന്ന മഹാമാരി കാരണം എത്രയോ പേർ ഈ ലോകം വിട്ട് കടന്നുപോയിരിക്കുന്നു. നമ്മുടെ ഖത്തറിൻ്റെ മണ്ണിൽ നിന്ന് തന്നെ എത്രയോ പേർ ഈ മണ്ണിൽ തന്നെ മാറിപ്പോയിരിക്കുന്നു. എത്ര പ്രവാസികൾ, എത്ര സ്വദേശികളും വിദേശികളായിട്ടുള്ളവരൊക്കെ. അപ്പോൾ ഈ ജീവനുള്ളവരുടെ ദേശത്ത് നമ്മൾ ഓരോരുത്തരും ഇവിടെ ജീവിക്കാൻ ദൈവം നമുക്ക് നൽകിയൊരു അവസരം, അതിന് ആദ്യമായിട്ട് ദൈവത്തിന് ഒരുപാട് നന്ദി പറയുന്നു. കൊറോണ എന്ന മഹാമാരി കാരണം എത്രയോ പേർ ഈ ലോകത്തിൽ നിന്ന് പോയിരിക്കുന്നു. സ്വദേശികളും വിദേശികളുമായിട്ടൊക്കെയുള്ള ആൾക്കാർ ഈ ഖത്തറിൻ്റെ മണ്ണിൽ തന്നെ മാറ്റപ്പെട്ടു പോയിരിക്കുന്നു. അപ്പോൾ ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ ജീവിക്കാൻ ദൈവം നമുക്കൊരവസരം തന്നു. അതിൽ ഏറ്റവും വലിയ സന്തോഷമുണ്ട്. അതുപോലെ തന്നെ എത്രയോ പേർ ലോകത്തിൽ ഏതെല്ലാം അവസരങ്ങളിൽ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഇത്രയും സന്തോഷത്തോടെ ദൈവം പോറ്റിയ ആ ജഗദീശ്വരന് നമ്മൾ എത്ര നന്ദി പറഞ്ഞാലും തീരില്ല. അതുപോലെയാണ് ദൈവം നമ്മളെ കാത്ത്. നമ്മുടെ ഈ കർമ്മഭൂമി എന്നും നമുക്ക് പ്രാർത്ഥിക്കാം ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ടു വരാൻ. കഴിഞ്ഞതിലും കൂടുതലായിട്ട് ഇനിയുള്ള വർഷങ്ങളിലും നമുക്ക് നല്ല രീതിയിൽ ഇവിടെ ഓരോരോ അവസരങ്ങൾ വരട്ടെ. ഒരുപാട് പേര് വന്ന് ഇവിടെ ജീവിക്കാനുള്ള അവസരങ്ങൾ കിട്ടട്ടെ, തൊഴിലവസരങ്ങൾ കിട്ടട്ടെ. എത്ര പേരുടെ പോറ്റമ്മയായി നാടാണ്. ഉപജീവന മാർഗത്തിന് വേണ്ടി കടൽ താണ്ടി വരുന്ന ഓരോരുത്തർക്കും എത്ര ഇതായിട്ടാണ് ഖത്തർ നമ്മളെ സ്വീകരിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ഭരണാധികാരികളാണേലും സ്വദേശികളെ വിദേശികളെ എല്ലാം ഒരേപോലെ കാണുന്ന ഒരു നാട്. അതിനകത്തൊക്കെ നമുക്ക് അഭിമാനം കൊള്ളാം. നമ്മുടെ പെറ്റമ്മയെക്കാളും നമുക്ക് സമാധാനം കിട്ടുന്ന ഒരു നാട്. അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അഭിമാനിക്കാവുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്. എല്ലാവർക്കും ദൈവം തമ്പുരാൻ എല്ലാവർക്കും അനുഗ്രഹങ്ങളും അനുഭവിച്ചതിലും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിലും കൂടുതലായിട്ടുള്ള നന്മകളും അനുഗ്രഹങ്ങളും എല്ലാം ഈ 2023 ദൈവം തരട്ടെ. ഇനിയും നമുക്ക് ഓരോരുത്തർക്കും ഒരുമയോടുകൂടി കൈകോർത്ത് പ്രാർത്ഥിക്കാം. ഏറ്റവും ഉന്നതങ്ങളിലെത്തട്ടെ നമ്മുടെ ഈ കർമ്മഭൂമി. അതുപോലെ തന്നെ സ്നേഹത്തിലും ലോകമെമ്പാടും ഇപ്പോൾ വളരെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പല രീതിയിലുള്ള വിഷമങ്ങളും ഒക്കെ നേരിടുന്നുണ്ട്. അവിടെയൊക്കെ മനുഷ്യരെല്ലാവരും ഒരേപോലെ സഹോദരങ്ങളെ പോലെ എല്ലാവരും ഒരുപോലെ കൈകോർത്ത്
യഥാർത്ഥ സ്നേഹത്തോടും സാഹോദര്യത്തോടും എല്ലാം പരസ്പരം ബഹുമാനത്തോടും കൂടി ജീവിക്കുവാനും എല്ലാ രീതിയിലും സാമ്പത്തികമായിട്ടും ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ എൻ്റെ വ്യക്തിപരമായ പേരിലും ദോഹ ബ്യൂട്ടി സെൻ്ററിൻ്റെ പേരിലും എല്ലാവർക്കും നവവത്സരാശംസകൾ ഞാൻ നേർന്നുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. കഠിനാധ്വാനത്തിലൂടെ കഴിവ് തെളിയിച്ച അൽ സുലൈത്തി ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ MD MX ജാക്സൺ കറുപ്പും വെളുപ്പും കലർന്ന പ്രവാസ ജീവിതത്തെ പരാമർശിച്ചുകൊണ്ട് പുതുവത്സര സന്ദേശം നേരുന്നു. ഹാപ്പി ന്യൂ ഇയർ. ഈ 2023 ഈ പുതുവർഷം എനിക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഫിഫ വേൾഡ് കപ്പ് ഫുട്ബോൾ കഴിഞ്ഞു. 12 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം എൻ്റെ ഓർമ്മയിൽ ഞാൻ ഇവിടെ 37 വർഷമായി ദോഹയിൽ പ്രവാസിയായിട്ട് ജീവിക്കുകയാണ്. ഞാൻ എൻ്റെ പഴയ ഓർമ്മകൾ ഓർക്കുകയാണെങ്കിൽ ആദ്യ കാലഘട്ടങ്ങളിൽ ഞാൻ വരുന്ന സമയത്ത് ഈ ഖത്തർ എന്ന് പറയുമ്പോഴും പലർക്കും ഖത്തർ എവിടെയാണ്, ഏത് രാജ്യമെന്ന് അറിയില്ലായിരുന്നു. എന്നോട് ഒരു ജോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ, നാട്ടിൽ വെച്ചിട്ട് എന്നോട് ഒരാള് ഞാൻ ഖത്തറിലാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വിവാഹ ആലോചനയായിട്ട് ചെന്നപ്പോൾ ചോദിച്ചതാണ്, ഖത്തറിലാണെന്നോ എന്ന് പറഞ്ഞപ്പോൾ ഖത്തർ എവിടെയെന്ന് ചോദിച്ചു, ബോംബെയിലാണെന്ന് ചോദിച്ച ആൾക്കാരുണ്ട്. അതിനുശേഷം ഞാൻ പലപ്പോഴും പല ആവശ്യങ്ങൾക്കായിട്ട് വേറെ ചില രാജ്യങ്ങളിൽ ചൈനയിലൊക്കെ പോകുമ്പോഴെപ്പോഴും ഞങ്ങൾ എന്താ പറയുക, ഖത്തർ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് മനസ്സിലാവില്ല, അവരെന്താ പറയുന്നത്. ഇപ്പം ഞങ്ങൾ പറയും നിയർ ബൈ ദുബായ് എന്ന് പറയും. ആ ഖത്തറാണ് ഇന്ന് ലോകത്തിലെ എല്ലാ ആൾക്കാരും അറിയുന്ന ഒരു രാജ്യമായി മാറിയത്. ലോകം തന്നെ ഈ ഖത്തറിലേക്ക് വരികയും ചെയ്തു. ഞാനെന്നെ വന്ന കാലഘട്ടത്തിൽ പ്രവാസിയായിട്ട് ഇവിടെ വന്നത് ജോലിക്ക് വേണ്ടി വന്ന്, നാട്ടിലെ സാഹചര്യങ്ങൾക്ക് അത്രയും നമുക്കില്ലാത്തത് കൊണ്ട് ഇവിടെ ജോലിക്കായിട്ട് വന്നു. പക്ഷെ ഞാൻ എൻ്റെതായിട്ടുള്ള സ്വന്തമായിട്ടുള്ള ബിസിനസ്സുകൾ എത്തി അങ്ങനെ നിൽക്കുന്നു. ഓർമ്മകൾ, പഴയ കാര്യങ്ങൾ ഓർക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ ഞാൻ ഓർക്കുകയാണെങ്കിൽ ഈ ബേസിക്കലി ഇന്റർനെറ്റ് ഇല്ല, മൊബൈലില്ല, ഈവൻ ഒരു ചാനൽ പോലും ഇല്ല, മലയാളം മാധ്യമങ്ങളൊന്നും നമുക്ക് കിട്ടാറില്ല, ഒരു ന്യൂസും അറിയാറില്ല. നാട്ടിൽ നിന്ന് വന്ന ലെറ്ററുകൾ വരുമ്പോഴാണ് നാട്ടിലെ വിശേഷങ്ങൾ അറിയുന്നത്. അല്ലെങ്കിൽ പിന്നെ ഞങ്ങളെല്ലാം പോയിരുന്നത് ഇവിടെ ടാക്സി റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞ മുന്തേസലും ഉണ്ട്. അതുകൂടാണ്ട് നമ്മുടെ ഇപ്പോഴത്തെ ബാങ്ക് സ്ട്രീറ്റിന്റെ ഓപ്പോസിറ്റ് ഒരു പേര് ഞാൻ പറഞ്ഞ റെസ്റ്റോറൻറ്റ്, അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനൊക്കെ പോകുമ്പോൾ അവിടെ നിന്ന് എല്ലാ ഇൻഫോർമേഷൻസ്, ഈ ടാക്സിക്കാരെല്ലാവരും അവിടെ വന്ന് കൂടുമ്പോൾ, ഈ ടാക്സിക്കാരെ ഈ ദോഹയുടെ നാനാഭാഗത്തേക്കും ടാക്സി ഓടിക്കാൻ പോകുമ്പോൾ അവരെല്ലാവരും അവിടെ വന്ന് കൂടിയും അങ്ങനെയാണ് ഓരോ ഏരിയയിൽ. ഇപ്പൊ കോർലിങ്ങിന്റെ വിശേഷം ഉണ്ടായാലും മദിനക്കലിഫിൽ ഇന്നുണ്ടായി, ബക്രയിലി ഇങ്ങനെ കാര്യങ്ങൾ ഉണ്ടായെന്നൊക്കെ ഞങ്ങൾ അറിഞ്ഞിരുന്നത്. ഇതായിട്ട് ഇപ്പോൾ ഒരു ന്യൂസുകളൊന്നും അറിഞ്ഞിരുന്നില്ല. അപ്പൊ ഈ ഹോട്ടലിൽ നിന്നാണ് ഞങ്ങൾ ഈ ഓരോരുത്തരും ഓരോ ഡിഫറെന്റ് സ്ഥലങ്ങളിലേക്ക് പോയി ട്രിപ്പ് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ആ ന്യൂസുകൾ ഇവിടെ എല്ലാവരും കൂടി ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാനോ അല്ലെങ്കിൽ രാത്രി ഭക്ഷണം കഴിക്കാനൊക്കെ വരുമ്പോൾ ഈ കാര്യങ്ങൾ ഷെയർ ചെയ്യും. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ പലപ്പോഴും ഈ കമ്മ്യൂണിക്കേഷൻസ് നമ്മുടെ പല കാര്യങ്ങളും അറിഞ്ഞിരുന്നത്. പിന്നെ ലെറ്ററുകൾ നമ്മൾക്കൊന്നിപ്പോ പോസ്റ്റ് ഓഫീസ് നമ്പർ ഉണ്ടായിരുന്നില്ല. ഈ ചില ജ്യൂസ് സ്റ്റാളുകൾ, ടീ ഷോപ്പിലേക്ക് ആ നമ്പറുകളെ കൊടുത്തിരുന്നത്. ഞങ്ങൾക്ക് സ്പോൺസർക്ക് തന്നെ സ്വന്തമായിട്ട് പോസ്റ്റ് ബോക്സ് നമ്പർ ഉണ്ടായത് കൊണ്ടിട്ട് എനിക്ക് ആ ലെറ്റർ വരുമ്പോൾ ഞാൻ വന്ന കാലഘട്ടത്തിൽ നമ്മുടെ ഹോം സെന്ററിന്റെ അടുത്തുള്ള ആയിരുന്നു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നത്. അവിടെ ഈ സാധാരണ ഈ ചെറിയ ലോക്ക് ഇട്ടിട്ട് താഴ്ത്താക്കലിട്ട് പൂട്ടുന്ന ടൈപ്പിൽ ചെറിയൊരു പെട്ടിയായിരുന്നു, മരപ്പെട്ടി പോലത്തെ. അതിനകത്തിട്ട് വരം വെച്ചിട്ട് പെട്ടി അത് തുറന്നെടുത്തിട്ട് ലെറ്റർ എടുത്തിട്ട് വരുന്നു. അങ്ങനെ ഇരുന്ന് ആദ്യത്തെ പോലെ ഞാനൊക്കെ വന്ന കാലഘട്ടത്തിലെ പോസ്റ്റ് ഓഫീസ്. അപ്പൊ ലെറ്റർ വെയിറ്റ് ചെയ്യും, നാട്ടിൽ നിന്ന് ഒരു ലെറ്റർ വരാൻ വേണ്ടി കാത്തു നിന്ന് കഴിഞ്ഞാൽ എന്നല്ല. ഇപ്പൊ അപ്പച്ചനമ്മച്ചയൊക്കെയാണ് ഞങ്ങൾക്ക് ലെറ്റർ വിശേഷങ്ങൾ അറിയിക്കുന്നത്. പിന്നെ അറിയാലോ, നാട്ടിൽ നിന്ന് ഓരോ കല്യാണങ്ങളും അല്ലെങ്കിൽ ഓരോ ആവശ്യങ്ങളാണ് കൂടുതൽ എപ്പോഴും ലെറ്റർ വരുമ്പോഴുള്ളത്. അന്നെങ്കിലും ആ ലെറ്റർ കിട്ടാൻ വളരെ സന്തോഷമായിരുന്നു. പിന്നെ ഞാൻ ഈ ടെലിഫോൺ എന്ന് പറഞ്ഞാൽ എന്നിട്ട് നമ്മുടെ റൂമിലൊന്നും എൻ്റെ റൂമിലൊന്നും ഫോണില്ല. അപ്പോൾ ഞങ്ങൾ ഈ കേബിൾ ആർമർലെസ്സിൽ പോയിട്ട് പണ്ടത്തെ ഇപ്പോഴത്തെ നാഷണലിൻ്റെ ഓപ്പോസിറ്റ് എല്ലാവർക്കും ഒരേ കുറേ ആൾക്കാർ അവിടെ പോയി ഞങ്ങൾ ട്രങ്കോൾ ബുക്ക് ചെയ്യും. അത് വീട്ടിലേക്ക്, അപ്പോൾ വീട്ടിലും ഫോണൊന്നുമില്ല, അപ്പോൾ വീട്ടിൽ അടുത്തുള്ള ഒരു സ്ഥലത്ത് ഫോണുള്ള സ്ഥലത്ത് പോയിട്ട് അവിടെ വിളിച്ച് പറയുമ്പോൾ അവർ ആ സമയത്ത് വന്ന് കാത്തിരിക്കും, ഫാദർ മദറെല്ലാം വന്ന് കാത്തിരിക്കും, സംസാരിക്കും. ഇങ്ങനെയുള്ള കാലങ്ങളായിരുന്നു. അത് പോയിട്ട് ഇന്ന് ഞാൻ നേരത്തെ ഒരാളോട് ഷെയർ ചെയ്തതുപോലെ അന്ന് ഞാൻ ഈ ദോഹയിൽ വരുന്ന കാലത്ത് ഞാൻ വളരെ ചെറുതായിരുന്നു. അപ്പൊ വളരെ സീനിയർ ആയിട്ടുള്ള ആൾക്കാരുണ്ടായിരുന്നു. അവരെല്ലാം ഒരുപാട്
കഷ്ടപ്പെട്ട് കുടുംബത്തിന് വേണ്ടി സ്വന്തമായിട്ട് ബിസിനസ്, ഈ സൂപ്പർ മാർക്കറ്റുകളും ഹോട്ടൽസ് ഒക്കെ നടത്തിയിരുന്ന പല ആൾക്കാരുമാരുണ്ട്. കൂടുതലും എൻ്റെ വീട് ഞാൻ എറണാകുളത്ത് നിന്നുള്ളതാണ്. പക്ഷെ ഞാൻ എന്ന സമയത്ത് തൃശ്ശൂർ, കോഴിക്കോട് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ, കണ്ണൂരിൽ നിന്നുള്ള ആൾക്കാരൊക്കെ കൂടുതലായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ നല്ല നല്ല ആൾക്കാരായിരുന്നു. അവരൊക്കെ കുറച്ചും കൂടി ഏജ്ഡായിരുന്നു. പിന്നെ അവരൊക്കെ മരിച്ചു പോയി. ചില ആൾക്കാർ, ചിലരൊക്കെ ഓർക്കൂട്ടി തിരിച്ച് നാട്ടിൽ പോയി. ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടാകുന്നറിയില്ല. അന്നൊന്നും ഈ മൊബൈലൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ കോൺടാക്ട്സ് ഒന്നും പിന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ അവർക്കൊന്നും ഈ ഇപ്പോഴത്തെ ഈ ഖത്തറിന്റെ വളർച്ച ഈ പൂർണ്ണ രീതിയിൽ എത്തി എന്നല്ല, ചിലപ്പോൾ ഇനിയും വളരും ഖത്തർ. അത് കാണാനുള്ള ഭാഗ്യം ലഭിച്ചില്ല. അപ്പൊ എനിക്കല്ല, ഈ ഖത്തറിന്റെ ഇത്രയും നല്ലൊരു എന്ന് വെച്ചാൽ വേൾഡ് കപ്പ് നടന്നെന്ന് പറഞ്ഞാൽ അത് ചെറിയൊരു കാര്യമില്ല. അപ്പൊ അതുവരെയും കാണാനുള്ളൊരു അവസരം എനിക്ക് ലഭിച്ചു. അത് തന്നെ ഒരു ദൈവത്തിന്റെ എൻ്റെ ഒരു കൃപ കൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് വീണ്ടും ഞാൻ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എൻ്റെ കമ്പനിയുടെ ടീം അംഗങ്ങളുടെയും ന്യൂ ഇയർ ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം. ഖത്തറിന്റെ ഫോട്ടോഗ്രാഫി മേഖലയിൽ പെൺമിടുവായ സന്തു നെടുലിന്റെ ദൃശ്യതാളവും നിങ്ങളിലേക്ക് എത്തുന്നു. ഡാൻസറും മോഡലുമായ സംഗീത അനൂപാണ് വീഡിയോ ഷൂട്ടിലെ പുതുവത്സര നായിക. Strong beliefs. My love has got no fame, he's got his strong beliefs. My love has got no money, he's got his strong beliefs. One more and more people believes. One more and more love what he's looking for. Freed from desire, mind and senses purified. Freed from na 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 na. My love has got no money, he's got his strong beliefs. My love has got no power, he's got his strong beliefs. My love has got no fame, he's got his strong beliefs. My love has got no money, he's got his strong beliefs. One more and more people, just one more and more. Freed from desire, mind and senses purified. Freed from desire, purified. Freed from desire. Na 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 പുതുവർഷം പ്രതീക്ഷകളുടെ മാത്രമല്ല, പുനരാലോചനകളുടേത് കൂടിയാണ്. എല്ലാവർക്കും ഒരിക്കൽ കൂടി പുതുവത്സരാശംസകൾ.